Hello everyone, welcome to Disha Academy. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗ്രേഡ് ബി പോസ്റ്റുകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഔട്ട് ആയിട്ടുണ്ട്. അപ്പൊ RBI ഗ്രേഡ് ബിയുടെ ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് എന്തൊക്കെയാണ് വേക്കൻസീസ് ആർക്കൊക്കെ അപ്ലൈ ചെയ്യുക, കൂടുതൽ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസിലോട്ട് പോവാം. RBIയുടെ ഗ്രേഡ് ബി പോസ്റ്റുകളിലേക്കുള്ള എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് ഗ്രേഡ് ബിയുടെ ജനറൽ പോസ്റ്റുകളുണ്ട്, DEPR ഉണ്ട്, DSIM ഉണ്ട്, അതുപോലെയുള്ള ഓഫീസേഴ്സ് പോസ്റ്റുകളിലേക്കാണ് നമുക്കിപ്പം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പം 120 വേക്കൻസീസ് ആണ് കേട്ടോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ RBIയെ സംബന്ധിച്ചിടത്തോളം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 120 വേക്കൻസീസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വേക്കൻസീസ് ആണ്. അതിൽ ജനറൽ ആയിട്ടുള്ള ജനറൽ ഓഫീസേഴ്സിന്റെ പോസ്റ്റുകളിലേക്ക് എത്ര വേക്കൻസീസ് ഉണ്ട്, മറ്റ് സ്പെഷ്യൽ ഓഫീസേഴ്സിന്റെ പോസ്റ്റുകളിലേക്കുള്ള വേക്കൻസീസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ക്വാളിഫിക്കേഷൻ വേണ്ടതെന്ന് പറഞ്ഞാൽ ഗ്രാജുവേഷൻ വിത്ത് 60%. ജനറൽ ഓഫീസേഴ്സ് പോസ്റ്റുകളിലേക്ക് ഓൾമോസ്റ്റ് നമുക്ക് ഗ്രാജുവേഷൻ ആണെങ്കിൽ 60% മാർക്ക് വെയിറ്റേജ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ആണെങ്കിൽ 55% മാർക്കും സ്കോർ ചെയ്തവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഏജ് ലിമിറ്റ് 21 to 30 ആണ്. 21 മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് ഈ എക്സാമുകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ്സ് നോക്കാം. എന്താണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്താണ്, അതുപോലെ എക്സാമിനേഷൻ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ RBI ഗ്രേഡ് ബി നോട്ടിഫിക്കേഷൻ അനുസരിച്ച് നമുക്ക് 10th സെപ്റ്റംബറിലാണ് നോട്ടിഫിക്കേഷൻ വന്നത്. ഓൺലൈൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. 10th സെപ്റ്റംബർ മുതൽ അപ്ലൈ ചെയ്ത് തുടങ്ങാം. 13th സെപ്റ്റംബർ ആണ്, അതായത് ടൈമും കൂടെ പറഞ്ഞിട്ടുണ്ട്. 12 മണി വരെ ഒന്നും ഇല്ല. സാധാരണ എല്ലാം എക്സാം ഡേറ്റ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 12 PM വരെയാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഓൺലൈൻ ആപ്ലിക്കേഷന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 13th സെപ്റ്റംബർ 6 PM വരെയുള്ളൂ. സോ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാം. അതുപോലെ ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കാനുള്ള ലാസ്റ്റ് ടൈമും 13th സെപ്റ്റംബർ 6 PM ആണ്. ഇനി ആപ്ലിക്കേഷൻ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ, എന്തെങ്കിലും കറക്ഷൻസ് ചെയ്യാനുണ്ടെങ്കിൽ ആ എഡിറ്റ് വിൻഡോ ഓപ്പൺ ആവുന്നത് October 1st and 2nd ആണ്. October 1st and 2nd നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ RBI ഗ്രേഡ് ബിയുടെ അഡ്മിറ്റ് കാർഡ് വരുന്നത് ഒക്ടോബറിലാണ്. ഗ്രേഡ് ബിയുടെ phase 1 എക്സാം 18th 19th ഒക്ടോബറിലും phase 2 എക്സാമിനേഷൻ 6th and 7th ഡിസംബറിലായിരിക്കും ഉണ്ടാകുന്നത്. 2 ഫേസസ് ആണ് എക്സാമിനേഷൻ ഉള്ളത്, phase 1 phase 2. അപ്പൊ phase 1 18th 19th ഒക്ടോബറിലും അതുപോലെ phase 2 6th 7th ഡിസംബറിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇനി RBI ഗ്രേഡ് ബിയുടെ എക്സാം ഡേറ്റുകൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ജനറൽ ഓഫീസർ പോസ്റ്റിന്റെ phase 1 ഓൺലൈൻ എക്സാമിനേഷന്റെ കാര്യമാണ്. ജനറൽ ഞാൻ പറഞ്ഞില്ലേ, ഓഫീസേഴ്സ് പോസ്റ്റുകളാണെങ്കിലും ജനറൽ ഓഫീസേഴ്സ് ഉണ്ട്, DEPR ഉണ്ട്, DSIM ഉണ്ട്. എന്താണെന്ന് നോക്കാം. എന്താ DEPR? DEPR എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് പോളിസി റിസർച്ച് ആണ് DEPR എന്ന് പറയുന്നത്. DSIM എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് ആണ് DSIM എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ പ്രിലിമിനറി എക്സാമിനേഷൻ ജനറൽ ഓഫീസേഴ്സ് പോസ്റ്റിന്റെ ആണെങ്കിൽ phase 1 ഓൺലൈൻ എക്സാമിനേഷൻ 18th ഒക്ടോബറിലാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഇനി നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് DEPR ആണെങ്കിൽ പോളിസി റിസർച്ച്, എക്കണോമിക് പോളിസി റിസർച്ച് ഡിപ്പാർട്ട്മെന്റിലോട്ടുള്ള ഓഫീസേഴ്സ് പോസ്റ്റുകളിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിന്റെ പ്രിലിമിനറി എക്സാമിനേഷൻ 19th ഒക്ടോബറിലായിരിക്കും. അതുപോലെ തന്നെ phase 2 എക്സാമിനേഷൻ phase 2 എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിലിംസ് മെയിൻസ് എന്ന് പറയുന്നത് പോലെ phase 2 പറയുന്നത്. phase 2 എക്സാമിനേഷൻ ജനറൽ ഓഫീസേഴ്സ് പോസ്റ്റിലേക്കുള്ളത് 6th ഡിസംബർ ആയിരിക്കും. അതുപോലെ നിങ്ങൾ DEPR DSIM ആണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫർമേഷൻ മാനേജ്മെന്റിലോ അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് പോളിസി റിസർച്ചിലോ ഓഫീസർ പോസ്റ്റുകളിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിന്റെ മെയിൻസിന്റെ എക്സാമിനേഷൻ വരുന്നത് അല്ലെങ്കിൽ phase 2 വരുന്നത് 7th ഡിസംബർ. അപ്പൊ ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഡേറ്റ്. 13th സെപ്റ്റംബറിന് മുന്നേ അപ്ലൈ ചെയ്യാം. 18th ഒക്ടോബറിൽ എക്സാം ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് വളരെ കുറച്ച് ടൈമാണ് നിങ്ങളുടെ മുന്നിലുള്ളത് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട്. ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ടൈം ഒരു പ്രശ്നമല്ല. കാരണം നമുക്കറിയാലോ, ഒരു ഇയർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇയറിന്റെ ഒരു ഹാഫ് മന്ത് മുതൽ, ഹാഫ് പോർഷൻ മുതൽ ഒരു 6 months കഴിഞ്ഞതിന് ശേഷം തൊട്ട് നമുക്ക് ബാങ്ക് എക്സാംസ് ആണ്. ഓക്കെ, അതായത് ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബറിലാണ് നമുക്ക് സാധാരണ എല്ലാ എക്സാംസും ബാങ്ക് എക്സാംസും കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അത് നേരത്തെ അറിയാവുന്നവർക്ക് ഇതൊരു പുതിയ അറിവല്ല. ഒക്ടോബർ നവംബർ ഡിസംബർ ഒക്കെ എക്സാമുകളുടെ കാലമാണ്, എക്സാമുകളുടെ ടൈമാണ്. RBIയോ SBIയോ അങ്ങനെയുള്ള എക്സാമുകൾ എല്ലാം വരുന്ന ഒരു ടൈമാണ്. സോ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇനി അതുപോലെ തന്നെ
രജിസ്ട്രേഷൻ ഡേറ്റ് ഞാൻ പറഞ്ഞല്ലോ 10th to 13th സെപ്റ്റംബർ വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. എക്സാം എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യുന്നതും ഓൺലൈനാണ്, എക്സാമും ഓൺലൈനാണ്. നിങ്ങൾക്ക് phase 1 phase 2 ഇന്റർവ്യൂ ഇങ്ങനെ 3 സെലക്ഷൻ പ്രോസസ് ആണുള്ളത് ഓരോ എക്സാമിനും. ജനറൽ ഓഫീസർ ആണെങ്കിലും മറ്റ് 2 പോസ്റ്റുകളിലേക്കുള്ള ഓഫീസർ പോസ്റ്റുകളിലേക്കാണെങ്കിലും നിങ്ങൾക്ക് phase 1 phase 2 ഇന്റർവ്യൂവിന് 3 സ്റ്റേജസ് ആണ് നമ്മുടെ മുന്നിലുള്ളത്. phase 1 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ക്വാളിഫൈ ആയാൽ മതി, phase 1 ക്വാളിഫൈ ചെയ്താൽ മതി. phase 2ന്റെ മാർക്കും കൗണ്ട് ചെയ്യും, പിന്നെ ഇന്റർവ്യൂവിലും മാർക്ക് ഉണ്ട്. RBI ഗ്രേഡ് ബിയുടെ സാലറി ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളത് ഈ ഒരു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ സാലറി എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്ന ഒരു ജോബാണ്. അതിൽ RBI ഗ്രേഡ് ബിയുടെ സാലറി എന്ന് പറഞ്ഞാൽ 1,50,374 ആണ് ഗ്രോസ് സാലറി വരുന്നത്. ജോബ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അക്രോസ് ഇന്ത്യ ആയിരിക്കും. നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പോകുമ്പോൾ വെബ്സൈറ്റ് നോക്കുക, www.rbi.org.in ആണ് ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. മറക്കണ്ട, www.rbi.org.in വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ വേക്കൻസീസ് ആണെങ്കിലും ഡേറ്റുകളാണെങ്കിലും ആപ്ലിക്കേഷൻ ഡേറ്റുകളാണെങ്കിലും എല്ലാം നിങ്ങൾക്ക് കാര്യമായിട്ട് ഇൻഫർമേഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓഫീസേഴ്സ് ഇൻ ഗ്രേഡ് ബി ജനറൽ ഓഫീസേഴ്സിന്റെ പോസ്റ്റുകൾക്കും phase 1 phase 2 ഇന്റർവ്യൂ 3 എക്സാംസ് ഉണ്ട്. ഓഫീസേഴ്സ് ഇൻ ഗ്രേഡ് ബി DPR-നും DSIM-നും ഒക്ടോബർ 18 ആണ് പ്രിലിംസ് എങ്കിൽ ഇവിടെ ഒക്ടോബർ 19 അതുപോലെ ഒരു 1 days ഗ്യാപ്പ് വെച്ചിട്ടാണ് എക്സാമുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ഇനി ഈ ഒരു പോസ്റ്റുകളെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താ ഈ ജനറൽ ഓഫീസർ പോസ്റ്റുകൾ, എന്താണ് DPR, എന്താണ് DSIM, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിനു മുമ്പ് ഓരോ വേക്കൻസീസും നോക്കാം. ജനറൽ ഓഫീസേഴ്സിന്റെ പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. ജനറൽ വേക്കൻസീസ് 35 ഉണ്ട്. പിന്നെ കാറ്റഗറി ബേസ്ഡ് വേക്കൻസീസും കൂടെ ചേർത്ത് ടോട്ടൽ 83 വേക്കൻസീസ് ആണ് ജനറൽ ഓഫീസർ പോസ്റ്റുകളിലേക്കുള്ളത്. ഇനി DPR ആണെങ്കിൽ 17 വേക്കൻസീസ് ആണ് ടോട്ടൽ ഉള്ളത്. അതുപോലെ DSIM ആണെങ്കിൽ 20 വേക്കൻസീസ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ 120 വേക്കൻസി ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒഫീഷ്യലി റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസീസ് ആണിത്. 83 വേക്കൻസീസ് ആണ് RBI ഗ്രേഡ് ബിയുടെ ജനറൽ ഓഫീസർ പോസ്റ്റുകൾക്കുള്ളത്. അതായത് എല്ലാ സ്ട്രീമിലും പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഈ വേക്കൻസീസ്. ഇതിന് കുറച്ച് സ്പെഷ്യലൈസേഷൻ വേണം, അത് ഞാൻ അടുത്തത് പറയുന്നതാണ്. അതായത് നമ്മുടെ RBIയുടെ ഗ്രേഡ് ബിയുടെ ഓഫീസേഴ്സ് ഇൻ ഗ്രേഡ് ബി, അതായത് ജനറൽ ഓഫീസർ പോസ്റ്റ് ആണെങ്കിൽ ഗ്രാജുവേഷൻ ഇൻ ഇന്ത്യൻ ഡിസിപ്ലിൻ മതി. ഏതെങ്കിലും ഒരു ഡിഗ്രി ക്വാളിഫൈഡ് ആയിരിക്കണം, അല്ലെ ഏതെങ്കിലും ഒരു ടെക്നിക്കലോ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനോ എന്തായാലും മതി. പക്ഷേ 60% മാർക്ക് വേണം. ഇനി SC ST ആണെങ്കിൽ അല്ലെങ്കിൽ PWBD ആണെങ്കിലൊക്കെ ആ ആപ്ലിക്കൻസിന് മാത്രം ഒരു കൺസിഡറേഷൻ ഉണ്ട്, 50% സ്കോർ ചെയ്തിട്ടുള്ളവരായിരുന്നു. അപ്പം എക്സാമിന്റെ മാർക്കും കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഡിഗ്രിയുടെ പെർസെന്റേജ് മാർക്ക് കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ 60% മാർക്ക് സ്കോർ ചെയ്തവർക്ക് മാത്രമേ ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റൂ. ഇനി നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ, പോസ്റ്റ് ഗ്രാജുവേഷൻ ആണെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷന്റെ മാർക്കാണ് നോക്കുന്നത്. അവിടെ 55% മാർക്ക് ഉണ്ട്. പോസ്റ്റ് ഗ്രാജുവേഷൻ നിങ്ങൾ 55% മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പം 2 കേസാണ് വരുന്നത്. ഗ്രാജുവേഷൻ 60% സ്കോർ ചെയ്തവർക്കും, ഗ്രാജുവേഷൻ 60% അല്ല, നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ചെയ്തു അതിലൊരു 55% ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഫുൾ ടൈം കോഴ്സ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി തന്നെ കിട്ടിയിട്ടുള്ളവരായിരിക്കണം കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇനി ഓഫീസർ ഗ്രേഡ് ബി ആണ്, DPR ആണെങ്കിൽ ഉറപ്പായിട്ടും എസെൻഷ്യൽ ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് ഈ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ എക്കണോമിക്സ് അല്ലെങ്കിൽ എക്കണോമെട്രിക്സ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് എക്കണോമിക്സ്, ഇങ്ങനെയുള്ള മാത്തമാറ്റിക്കൽ എക്കണോമിക്സ്, ഇന്റഗ്രേറ്റഡ് എക്കണോമിക്സ് കോഴ്സ്, ഫിനാൻസ് വിത്ത് മിനിമം 55%. അപ്പം ഇതുപോലുള്ള കോഴ്സുകൾ കഴിഞ്ഞവർക്ക് മാത്രമേ ഈ ഒരു പോസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റൂ. അവിടെ 55% മാർക്കാണ് നിങ്ങൾ ആ ഒരു എക്സാമിന് ക്ലിയർ ചെയ്യേണ്ടത്, നിങ്ങളുടെ ആ ഒരു കോഴ്സിൽ ക്ലിയർ ചെയ്യേണ്ടത്. ഓക്കെ, അതുപോലെ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നായിരിക്കണം അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവാം. അതുപോലെ തന്നെ DSIM പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് എസെൻഷ്യൽ ആയിട്ട് വേണ്ടത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സോ മാത്തമാറ്റിക്കൽ എക്കണോമിക്സോ എക്കണോമെട്രിക്സോ അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫോർമാറ്റിക് ഫ്രം IIT ഖരഗ്പൂർ അങ്ങനെ ആയാലും മതി. അല്ലെങ്കിൽ അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആവാം, അല്ലെങ്കിൽ ഇൻഫോർമാറ്റിക്സ് ഫ്രം IIT ബോംബെ. അപ്പൊ നിങ്ങൾ IIT ഖരഗ്പൂരിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫോർമാറ്റിക്സ് പാസ്സായവരാണെങ്കിൽ, അല്ലെങ്കിൽ IIT ബോംബെയിൽ നിന്ന് അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫോർമാറ്റിക്സ് പാസ്സായവരാണെങ്കിൽ, മിനിമം 55% പാസ്സായവരാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു പോസ്റ്റിലേക്കുള്ള
വേക്കൻസീസിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഏതൊക്കെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, ഏതൊക്കെ ഏജ് ആണ്, എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇതെല്ലാം ഓക്കെ ആണ് എങ്കിൽ എന്തൊക്കെയാണ് ഈ എക്സാമിന് വേണ്ടി പഠിക്കേണ്ടത് നോക്കാം. RB ഗ്രേഡ് ബി 2025 പ്രിലിംസിന്റെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് ജനറൽ അവയർനെസ് പഠിക്കണം, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് പഠിക്കണം, ഇംഗ്ലീഷ് പഠിക്കണം, റീസണിങ് പഠിക്കണം. ഇത്രയുമാണ്. സാധാരണ എക്സാംസ് ഒക്കെ മെയിൻസിലാണ് ജനറൽ അവയർനെസ് വരുന്നത് അല്ലെ. എന്നാൽ RB ഗ്രേഡ് ബിയുടെ എക്സാമിന് മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ് ഇത് 4 നമുക്ക് വേണം. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 200 ആണ്. 200 മാർക്സിനാണ്, 2 hours ആണ്. അപ്പൊ 2 മണിക്കൂറിൽ 200 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. 200 മാർക്കാണ് സ്കോർ ചെയ്യേണ്ടത്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, ഇംഗ്ലീഷ് കൂടാതെ ജനറൽ അവയർനെസ്സും കൂടെ പ്രിലിമിനറി എക്സാമിനേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ മെയിൻസ് എക്സാമിനേഷൻ വരുമ്പോഴത്തേക്കും സെക്ഷൻ ഓർ സബ്ജക്ട് എന്ന് പറയുന്നത് പേപ്പർ 1 എക്കണോമിക്സ് ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് ആണ്. പേപ്പർ 2 എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് റൈറ്റിംഗ് സ്കിൽ ആണ്. പേപ്പർ 3 എന്ന് പറഞ്ഞാൽ ഫിനാൻസ് ആൻഡ് മാനേജ്മെന്റ് ആണ്. അതിൽ തന്നെ പേപ്പർ ടൈപ്പ് എന്ന് പറയുമ്പോൾ പേപ്പർ 1 50% ഒബ്ജക്റ്റീവ് ടൈപ്പും 50% ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പുമാണ്. നമ്മൾ കീബോർഡിൽ ടൈപ്പ് ചെയ്യണം. ഓക്കെ, അങ്ങനെ 50 മാർക്കിന്റെ ഒബ്ജക്റ്റീവ് ടൈപ്പും 50 മാർക്കിന്റെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പുമാണ് നിങ്ങൾക്ക് ഉള്ളത്. 30 മിനിറ്റ്സ് ആണ് ഒബ്ജക്റ്റീവിന്, 90 മിനിറ്റ്സ് ആണ് ഡിസ്ക്രിപ്റ്റീവിന്. അങ്ങനെ 100 ക്വസ്റ്റ്യൻസ് 120 മാർക്സ്. 100 മാർക്സ് 120 മിനിറ്റ്സ് ആണ്. ഇനി പേപ്പർ 2 ഇംഗ്ലീഷ് റൈറ്റിംഗ് സ്കിൽസ് ചെക്ക് ചെയ്യുന്നതാണ്. ഡിസ്ക്രിപ്റ്റീവ് ആണ്. 3 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, 100 മാർക്ക് ആയിരിക്കും. അതിന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം 90 മിനിറ്റ്സ് ആയിരിക്കും. പേപ്പർ 3 എന്ന് പറഞ്ഞാൽ ഫിനാൻസ് ആൻഡ് മാനേജ്മെന്റ് ആണ്. അത് 50% ഒബ്ജക്റ്റീവ് ടൈപ്പും 50% ഡിസ്ക്രിപ്റ്റീവ് ആണ്. സെയിം ആണ്. 50 മാർക്സ് ആണ്. 30 മിനിറ്റ്സിന്റെ ഒബ്ജക്റ്റീവ് ടൈപ്പും 90 മിനിറ്റ്സിന്റെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പും ആണ് നിങ്ങൾക്ക് എഴുതാനുള്ളത്. അതും 120 മിനിറ്റ്സിൽ 100 മാർക്സ് ആണ് നമുക്ക് ടോട്ടൽ വരുന്നത്. അങ്ങനെ ടോട്ടൽ 300 മാർക്സിനാണ് നമ്മുടെ മെയിൻസ് എക്സാം വരുന്നത്. 300 മാർക്കിലാണ്. പേപ്പർ 100, പേപ്പർ 200, പേപ്പർ 300 അങ്ങനെ 300 മാർക്സിനാണ് നമ്മുടെ മെയിൻസ് എക്സാമിനേഷൻ വരുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കടമ്പകൾ. പ്രിലിംസ്, മെയിൻസ്, ദെൻ ഇന്റർവ്യൂ. RB ഗ്രേഡ് ബി ഓഫീസർ ഇന്റർവ്യൂ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ candidate will be shortlisted for the interview based on aggregate marks obtained in paper 1, paper 2 and paper 3 of the phase 2 exam. phase 2 എക്സാമിന്റെ മാർക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇന്റർവ്യൂവിന് സെലക്ട് ചെയ്യുന്നത്. phase 1ന്റെ മാർക്ക് ക്വാളിഫൈങ് ആയാൽ മതി. പിന്നെ phase 2ന്റെ മാർക്കിനെ വെച്ചിട്ടാണ് ഇന്റർവ്യൂവിന് സെലക്ട് ചെയ്യുന്നത്. ഇന്റർവ്യൂവിന് 50 മാർക്ക് ഉണ്ട്. പിന്നെ RBIയുടെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. ഭയങ്കര ഈ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ജോബാണ് നമ്മുടെ RBIയുടെ ജോബ് എന്ന് പറയുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ജോബ് ഇത്രയും സാലറി, അപ്പൊ തന്നെ അതിൻ്റെതായ രീതിയിൽ ഉള്ള കടമ്പകൾ തന്നെയാണ് നമ്മുടെ RBI ഗ്രേഡ് ബിയിൽ ഉള്ളത്. പക്ഷേ ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ ഇതെല്ലാം ഒരു എക്സ്പീരിയൻസും കൂടെയാണ്. RBIയുടെ എക്സാംസും എഴുതണം, എല്ലാ എക്സാംസും എഴുതണം, എല്ലാ എക്സാംസും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് തന്നെ എഴുതാനായിട്ട് ശ്രമിക്കാം. അപ്പൊ ഈ എക്സാം റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ കമന്റിൽ പറയുക. ഓക്കെ, അപ്പൊ അപ്ലൈ ചെയ്യുന്ന ഡേറ്റ് മറക്കണ്ട. സെപ്റ്റംബർ 30 ആണ് ലാസ്റ്റ് ഡേറ്റ്. 6 മണി വരെ സമയമുള്ളൂ. പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം. 120 വേക്കൻസീസ് ഉണ്ട്. 29-30 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ ഇങ്ങനെയാണ് എക്സാം ഉള്ളത്. എല്ലാ ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഏതെങ്കിലും എനി ഡിസിപ്ലിൻ ഏതെങ്കിലും ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് RBIയുടെ ഗ്രേഡ് ബിയുടെ ജനറൽ ഓഫീസർ പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ബാക്കിയുള്ളതിനാണ് സ്പെഷ്യലൈസേഷൻ വേണ്ടത്. അപ്പൊ ഇത്രയാണ് ജനറലി നിങ്ങളോട് പറയാനുള്ള കാര്യം. അപ്പം താങ്ക് യു.